നമ്മളിന്ന് രാജസ്ഥാനിലുള്ള അജ്മീറിൽ നമ്മൾ നിൽക്കുന്ന ഏരിയ എന്ന് പറഞ്ഞ അത്യാവശ്യത്തിന് വൃത്തി പറഞ്ഞ ഏരിയ ഫുൾ ഒരു ഗല്ലി അവിടെ ഉള്ളതിൽ വെച്ചൊരു വൃത്തിയുള്ള ഒരു ഹോട്ടൽ നോക്കിയിട്ട് ഫുഡൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷെ കറിയിലെ എണ്ണം നോക്കാം. നമ്മൾ ഇനി നേരെ പോണത് അജ്മീർ ദർഗയ്ക്കാണ്. കേറുമ്പോ ചെരുപ്പൂരി കൊടുത്ത് കാണാണ്ട് ഒരു ടോക്കൺ വാങ്ങണം. ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് തന്നെ അവിടെ നല്ല ജുമ ഉണ്ട്. നമ്മൾ ഒന്നോട്ട് കാണാണ്ട് നിസ്കരിച്ച് ദർഗന്റെ ഉള്ളിൽ കൂളിംഗ് ഗ്ലാസ് ഇട്ടിക്കണ ഇബലൊരു കൽപ്പുറപ്പോക്കാണ് നിങ്ങൾ. പള്ളിന്റെ ഉള്ളിൽ കയറാൻ നിൽക്കുമ്പോ തൊപ്പില്ലാണ്ട് കയറ്റൂല. അപ്പൊ ഒരു തൊപ്പി വാങ്ങിക്കാണ്ട് തലീക്കാണ് ഇപ്പൊ ഞാനൊരു സ്വാലിയത്തായിരുന്നു ആയിക്കോട്ടെ. ദർഗന്റെ ഉള്ളിലെ കലാക്കിന്റെ തിരക്കിന് ആ വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ. ഈ കാണുന്ന തിരക്ക് അജ്മീർ ചെമ്പക്ക് പൈസ അടല്ല തിരക്കാണ്. ഈ കാണുന്നതാണ് അജ്മീർ ചെമ്പ്. ഇതിന്റെ അടിയിലാണ് അടുപ്പ്. ഈ അടുപ്പിലാണ് ഇവിടെ ചീരിനൊക്കെ ഉണ്ടാക്കുക. ഇതൊക്കെ ആൾക്കാരിട്ട പൈസ. പുറത്ത് കണ്ട് ഇറങ്ങി നോക്കുമ്പോൾ ഒരു ചെങ്ങാന് പൊറാട്ടക്ക് മാവ് വരത്തണ പോലെ ഇട്ട് വരത്ത് കാണുമ്പോ നമുക്ക് സങ്കടമൊക്കെ തോന്നും. പക്ഷെ പോക്കറ്റ് അടിച്ചാൽ നോക്കിയിട്ട് എന്നാലും ഒരു കള്ളന്മാരി അടിച്ചിട്ട് ചെങ്ങാന്റെ മുന്നിൽ ഇന്നെ പെടുത്താതിരിക്കട്ടെ. അമ്മാര് കുത്തും പുറത്തേക്ക് ഇറങ്ങിയാണ്ട് ഞാനൊരു മോതിരത്തിന്റെ കല്ലാണ് വാങ്ങി. നിങ്ങൾ വിചാരിക്കണ പോലെ ഡ്യൂപ്ലിക്കേറ്റ് കല്ലല്ലോ കേട്ടോ, സർട്ടിഫിക്കറ്റ് ഇല്ല കല്ലാണ്. ചൂട് താങ്ങാറ്റ് നമ്മളെ നേരെ നമ്മളെ റൂം നമ്മൾ നിൽക്കുന്ന ഒരു കിടില റൂമാണ്. വാണ്ടോൽക്ക് ഞാൻ നമ്പർ അടി കൊടുത്തു. അത് കഴിഞ്ഞാണ്ട് നമ്മൾ വൈകുന്നേരം പുറത്ത് കണ്ടാണ് ഇവിടെ റോഡ് സൈഡിലൊക്കെ ചെറിയ പൈസക്ക് കോട്ട് കിട്ടാണ്. അലിൻ ജോസിന്റെ ബന്ധപ്പെടാണെങ്കിൽ അടുത്ത പരിപാടിക്കുള്ള കോട്ട് ഞാൻ സ്പോൺസർ ചെയ്യാം. മൈജിപ്പി നമ്മൾ ദർഗയ്ക്ക് ഒന്നും കൂടിയാണ്. ഇവിടെ രാത്രി ലൈറ്റ് ഒക്കെ ഇട്ട് കാണാൻ നല്ല രസമാണ്. അപ്പൊ ബാക്കി നാളെ